ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم فسبحان الله حين تمسون وحين تصبحون وله الحمد في السماوات والأرض وعشيا وحين تظهرون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദര സഹോദരിമാരെ, ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിലെല്ലാം റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും താൽപര്യപൂർവം തന്നെ നിർവഹിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മുവഹിദുകൾ അള്ളാഹുവിൻ്റെ തൗഹീദ് മനസ്സിലാക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ തിരിച്ചറിഞ്ഞ് ബിദ്അത്തുകളെ കുറിച്ച് ബോധ്യപ്പെടുകയും ചെയ്ത നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം ഇന്നത്തെ ക്ലാസ്സിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം നിർവഹിക്കുന്ന ഒരു ഇബാദത്തും ഏതൊരു സൽക്കർമ്മവും അതൊരു യാന്ത്രികമാകാതിരിക്കാൻ, അത് കേവലം ചില ചടങ്ങ് നിർവഹണമായി മാറാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മെ ഈ ഭൂമിയിൽ മുവഹിദുകളായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഏതൊരു മനുഷ്യനും ജനിച്ചു വീഴുന്നത് അള്ളാഹു മനുഷ്യനെ പഠിപ്പിച്ച, പ്രവാചകന്മാരിലൂടെ അറിയിച്ച ശുദ്ധ തൗഹീദിലായിക്കൊണ്ടാണ് എന്നറിയിക്കുന്ന ഹദീസുകൾ കാണാം. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഏതൊരു ശിശുവും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി, അവൻ്റെ മാതാപിതാക്കൾ അവനെ ജൂതനോ ക്രൈസ്തവനോ അഗ്നി ആരാധകനോ ഒക്കെ ആക്കുന്നു എന്ന് മാത്രം. അവൻ്റെ സാഹചര്യങ്ങൾ ഈ ശുദ്ധ പ്രകൃതിയിൽ നിന്ന് അവനെ മാറ്റും. അതിൽ നിന്ന് ഭിന്നമായി അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ തൗഹീദിൻ്റെ ആദർശം ബോധ്യപ്പെടാനും ആ വഴിക്ക് ജീവിക്കാനും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹമായി, നേട്ടമായി നമ്മൾ ഓരോരുത്തരും കാണേണ്ടതും.
നമ്മുടെ കയ്യിലുള്ള സമ്പത്തോ മറ്റ് നാട്ടിൽ നമ്മൾ നേടിയിട്ടുള്ള സൗകര്യങ്ങളോ നമുക്ക് ലഭിച്ച സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല നമുക്ക് ലഭിച്ച അനുഗ്രഹം എന്നത്. സ്വഹാബികൾക്ക് ശേഷം ജീവിച്ച താബിഉകളിൽ പ്രമുഖനായിരുന്നു അബുൽ ആലിയ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുമായിരുന്നു, മാ അദ്രി അയ്യുൻ നിഅമതൈനി അലയ്യ അഅ്ളം. അള്ളാഹു എനിക്ക് ചെയ്തു തന്ന രണ്ട് മഹത്തായ അനുഗ്രഹങ്ങളുണ്ട്. അതിലേതാണ് ആദ്യം എടുത്തു പറയേണ്ടത്, പിന്നെ ഏത് പറയണം എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ രണ്ടും മഹത്തായ അനുഗ്രഹങ്ങളാണ് എന്നർത്ഥം. എന്നിട്ട് അദ്ദേഹം ആ രണ്ട് അനുഗ്രഹത്തെ എടുത്തു പറഞ്ഞത്, ഇത് അഖ്റജനിയല്ലാഹു മിനശ്ശിർക്കി ഇലൽ ഇസ്ലാം. അള്ളാഹു എന്നെ ഷിർക്കിൽ നിന്ന് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു. അതാണ് ഒരു അനുഗ്രഹം. ഔ അസമനി ഫിൽ ഇസ്ലാമി അൻ യകൂന ലി ഫീഹി ഹവ. രണ്ടാമത്തെ അനുഗ്രഹം, ഞാൻ മുസ്ലിമായ ശേഷം എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എൻ്റെ തോന്നലുകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയാതെ വന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹും റസൂലും എന്ത് കൽപ്പിച്ചോ അവരെന്താണ് നിർദ്ദേശിച്ചത് അതനുസരിച്ചാണ് പിന്നെ എൻ്റെ ജീവിതം. ഈ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും മഹത്തായ അനുഗ്രഹം എന്ന്. അതുകൊണ്ട് ഈ അനുഗ്രഹം ബോധ്യപ്പെട്ടവരാണ്, ബോധ്യപ്പെടേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഇതുകൊണ്ടുള്ള നേട്ടം കേവല നൈമിഷികമായ ഭൗതിക ജീവിതത്തിലെ ഏതെങ്കിലും ലാഭങ്ങളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു മുസ്ലിം, ഒരു മുവഹ്ഹിദ് മരിച്ചു കഴിഞ്ഞാൽ മാ മിൻ റജുലിൻ മുസ്ലിമിൻ യമൂത്ത് ഫയഖൂമു അലാ ജനാസതിഹി 40 റജുല ലാ യുശ്രികൂന ബില്ലാഹി ശൈആ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി. ഒരു മുസ്ലിം, അവൻ മുവഹ്ഹിദാണ്, അങ്ങനെ ഒരാൾ മരിച്ച് അവന് വേണ്ടി ഒരു 40 ആളുകൾ അവന്റെ ജനാസ നമസ്കരിച്ച് അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു വഅഫിഹി വഅഫു അൻഹു എന്നിങ്ങനെ അവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ആരാണ് ആ പ്രാർത്ഥിക്കുന്നത്? ആ 40 ആളുകൾ ലാ യുശ്രികൂന ബില്ലാഹി ശൈആ, അവർ അല്ലാഹുവിൽ പങ്കു ചേർക്കാത്തവരാണ്. ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി, ആ പ്രാർത്ഥന, ആ മയ്യിത്ത് നമസ്കാരത്തിലൂടെ ആ 40 ആളുകൾ നിർവഹിക്കുന്ന പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും എന്നാണ്. ഇതാണ് നാം തൗഹീദിലായി, സുന്നത്തിലായി ശിർക്കുകളെയും ബിദ്അത്തുകളെയും തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോൾ ലഭിക്കുന്ന നേട്ടം എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് നമുക്ക് വേണ്ടി ഒരു 40 മുവഹ്ഹിദെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടോ? പ്രാർത്ഥിക്കാനുണ്ടാകണം. ആ നിലക്ക് മുവഹ്ഹിദുകളോട് കൂട്ടുകൂടാൻ, മുവഹ്ഹിദുകളുടെ സഹവാസം നേടിയെടുക്കാൻ, അവരോടുള്ള നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ, അവരുമായുള്ള ബന്ധങ്ങളെ തകർക്കാതിരിക്കാൻ നാം നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പ്രത്യേകത നാം മുവഹ്ഹിദുകളാണ് എന്നത് തന്നെയാണ്. മറ്റ് എന്തൊക്കെ നമുക്കുണ്ടോ അതൊക്കെ നമ്മളല്ലാത്തവർക്കുമുള്ളതാണ്. അവർക്കില്ലാത്ത ഒന്ന് നമുക്കുള്ളത് തൗഹീദാണ്. അതുകൊണ്ട് മുവഹ്ഹിദുകൾ എന്ന നിലക്ക് നമ്മുടെ ഒരു ഇബാദത്തും, നാം നിർവഹിക്കുന്ന ഒരു പ്രാർത്ഥനയും, നാം ചൊല്ലുന്ന ഒരു ദിക്റും അത് കേവലം ഒരു ചടങ്ങ് നിർവഹണമാകാതിരിക്കാൻ, അതൊരു കാട്ടിക്കൂട്ടലാകാതിരിക്കാൻ, അതൊരു യാന്ത്രികമായി നമ്മൾ അറിയാതെ നിർവഹിച്ചു പോകുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ നാം നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ നാം ശ്രദ്ധിച്ചാൽ നമ്മുടെ ഭൗതിക ജീവിതവും നമുക്ക് ലാഭമാണ്. സൂറത്തുൻ നഹ്ലിലെ 97-ാമത്തെ വചനം, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ
വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്, ഒരു വിശ്വാസിയായി ശരിയായ ഈമാൻ നേടിയ ഒരാൾ, അവൻ ആണാവട്ടെ പെണ്ണാവട്ടെ, അവൻ ഏതൊക്കെ സൽക്കർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്, നാം അവന് നല്ല ഒരു ജീവിതം നൽകും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അവരാ നന്നായി പ്രവർത്തിച്ചതിന് പരലോകത്ത് പ്രതിഫലവും നൽകുമെന്നാണ്. ഭൗതിക ലോകത്ത് നല്ല ഒരു ജീവിതം അവർക്ക് നൽകും. ഈ ആയത്തിൽ പറഞ്ഞ ഹയാത്തൻ ത്വയ്യിബ ഫലനുഹ്യിയന്നഹു ഹയാത്തൻ ത്വയ്യിബ, അവർക്ക് നല്ല ഒരു ജീവിതം നൽകുമെന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹി അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഫിൽ ഹയാത്തി ദുനിയ, ഈ ദുനിയാവിലാണ്. വലനജ്സിയന്നഹും എന്ന് പറഞ്ഞതോ വഫിൽ ആഖിറ, അവർക്ക് പ്രതിഫലം നൽകും, അത് പരലോകത്ത്. അപ്പൊ ഭൗതിക ലോകത്ത് അവർക്ക് ലഭിക്കുന്ന നല്ല ജീവിതം എന്താണ്? പ്രധാനപ്പെട്ട 5 അഭിപ്രായങ്ങൾ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് കാണാം. ഒന്ന്, അർരിസ്ഖുൽ ഹലാൽ, അവർക്ക് അള്ളാഹു തൃപ്തിപ്പെട്ട, അവൻ ഹലാലാക്കിയ ഉപജീവനം ലഭിക്കുമെന്നതാണ്. എന്ന് പറഞ്ഞാൽ ഹറാമ് കലരാത്ത സമ്പാദ്യം. നമ്മളൊരു മുറുക്ക് വെള്ളം കുടിക്കുകയാണ്, ഒരു ഉരുള ഭക്ഷണം കഴിക്കുകയാണ്, അത് ഹലാലാവണം, തൊയ്യിബാകണം. തൊയ്യിബും ഹലാലുമായതേ നമ്മൾ തിന്നാവൂ. അതിനുള്ള അവസരം നമ്മൾ ഇങ്ങനെ ജീവിച്ചാൽ ലഭിക്കുമെന്നാണ്. രണ്ടാമത്തെ അഭിപ്രായം അൽ ഖനാഅത്ത്, മനസ്സംതൃപ്തി. നമ്മൾ ഈ ഭൗതിക ലോകത്ത് മുവഹിദായി സൽക്കർമ്മങ്ങളിലും ഇബാദത്തുകളിലും ജീവിക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു മനസ്സംതൃപ്തിയുണ്ട്, അത് ലഭിക്കും. മൂന്നാമത്തത് അസ്സആദത്തു, എല്ലാ സൗഭാഗ്യവും, നമ്മൾ ആഗ്രഹിക്കുന്ന, നമുക്ക് ഈ ഭൗതിക ലോകത്ത് അള്ളാഹു നൽകുന്ന എല്ലാ സൗഭാഗ്യവും അത് മുഖേന ലഭിക്കും. നാലാമത്തത് ഹലാവത്തു ത്വാഅ, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നതിലുള്ള ഒരു ഹലാവത്ത്, ഒരു മാധുര്യം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ആയതിലുള്ള ഒരു സന്തോഷം, ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നതല്ല, ആയതിലുള്ള മനോസംതൃപ്തി, ഒരു ഹലാവത്ത്. അഞ്ചാമത്തത് തൗഫീഖുഹു ഇല ത്വാഅത്ത്, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു തൗഫീഖ് നമുക്ക് ലഭിക്കും. നമ്മൾ മുഴുകുന്ന ഏത് പ്രവൃത്തി എടുത്തു നോക്കിയാലും, ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും അല്ലാത്ത ഏത് പ്രവൃത്തി എടുത്തു നോക്കിയാലും അത് മറ്റു മനുഷ്യരും ചെയ്യുന്നതാണ്. മലമൂത്ര വിസർജനം, ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, വസ്ത്രം ധരിക്കുക, കുടുംബജീവിതം നയിക്കുക, യാത്ര ചെയ്യുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളും ചെയ്യുന്നു, മറ്റുള്ളവരും ചെയ്യുന്നു. നമ്മൾ ചെയ്യുമ്പോൾ അതിനെന്താ പ്രത്യേകത? നമ്മൾ ബാത്റൂമിലേക്ക് കടക്കുകയാണ്, ഇടതുകാൽ മുന്നിൽ വെച്ച് അതിന് മുമ്പ് ഒരു പ്രാർത്ഥന നിർവഹിച്ച് നമ്മൾ കിടക്കും. നമ്മൾ ബാത്റൂമിൽ നിന്ന് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ വലതുകാൽ മുന്നോട്ട് വെച്ച് പുറത്തിറങ്ങും, അവിടെ നിർവഹിക്കേണ്ട പ്രാർത്ഥന നിർവഹിക്കും. ഇങ്ങനെ ഓരോ രംഗത്തും എന്ത് ചെയ്യും? അത് ശ്രദ്ധിക്കും. അതാണ് തൗഫീഖുഹു ഇല ത്വാഅത്ത്, അള്ളാഹുവിനനുസരിച്ച് റസൂലുള്ളാഹിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു തൗഫീഖ് നമുക്ക് ലഭിക്കുമെന്നതാണ്. ഇതൊക്കെ അള്ളാഹു ഈ ഭൗതിക ലോകത്ത് നമുക്ക് നൽകുന്ന നേട്ടമാണ്. പാരത്രിക ലോകത്തോ അള്ളാഹു നൽകുന്ന പ്രതിഫലം അത് ഇവിടെ വെച്ച് അനുഭവിക്കാൻ നമുക്കൊരു മാർഗവുമില്ല. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് പാരത്രിക ലോകത്ത് നമുക്ക് ലഭിക്കാനിരിക്കുന്ന സുഖസൗകര്യങ്ങൾ അനുഭവിച്ചറിയാൻ ഒരു മാർഗവുമില്ല. അതിനെ ചുരുക്കി റസൂലുള്ള പറഞ്ഞു, മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖത്റ അലാ ഖൽബി അഹദ്. സ്വർഗീയ സുഖങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു കണ്ണും കാണാത്തതാണ്, ഒരു കാതും കേൾക്കാത്തതാണ്, ഒരു മനുഷ്യബുദ്ധിയിൽ ചിന്തിച്ച് അങ്ങനെയാകും ഇങ്ങനെയാകും എന്ന് പറയാൻ കഴിയാത്തതാണ്. ആ നിലക്ക് അല്ലാഹു പ്രതിഫലം നൽകും എന്നർത്ഥം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ജീവിതം ഇങ്ങനെ ഉണ്ടാകുമ്പോഴുള്ള നേട്ടം, അതില്ലെങ്കിലോ വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലങ്ക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മ. എന്നെ ഓർത്ത് എന്നെ സ്മരിച്ച് എനിക്കുള്ള ഇബാദത്തുകളൊക്കെ നിർവഹിച്ച് ജീവിക്കുന്നതിന് പകരം അതിൽ നിന്ന് ആര് അകന്നു പോകുന്നുവോ ഫഇന്ന ലഹു
മഈശത്തൻ ലങ്ക, അവർക്ക് കുടുസായ ഒരു ജീവിതം ഈ ഭൗതിക ലോകത്തുണ്ട്. അത് ഖബറിലുണ്ട്, അവരുടെ പരലോകത്തുമുണ്ട്. അവരെ അന്ധന്മാരും കണ്ണു കാണാത്തവരുമായി പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് അള്ളാഹു പറഞ്ഞത് കാണാൻ കഴിയും. അപ്പൊ ഇത് വരാതിരിക്കാൻ പരമാവധി നമ്മൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നറിയാൻ നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്നതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. വഹയ്യ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അതിനൊക്കെ മാർഗം ഉണ്ടായിരുന്നു. ഒരു സഹാബി, ഒരാള് മസ്ജിദ് നബിയിൽ വന്ന് നിസ്കരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബിയുടെ ഒരു മൂലയിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം നിസ്കരിച്ചു കഴിഞ്ഞ് റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്ന് സലാം ചൊല്ലി. റസൂലുള്ള സലാം അടക്കിയിട്ട് പറഞ്ഞു, ഇന്നക ലം തുസല്ലി ഇർജി ഫസല്ലി ഇന്നക ലം തുസല്ലി, നീ തിരിച്ചുപോയി വീണ്ടും നിസ്കരിക്കണം, കാരണം നീ നിസ്കരിച്ചിട്ടില്ല. അദ്ദേഹം അത് അനുസരിക്കുന്നു, അവിടെ പോയി നിസ്കരിക്കുന്നു, വീണ്ടും വന്ന് സലാം ചെല്ലുന്നു, റസൂലുള്ള സലാം അടക്കുന്നു. അപ്പോഴും റസൂലുള്ള പറഞ്ഞു, ഇർജി ഫസല്ലി ഇന്നക ലം തുസല്ലി, നീ തിരിച്ചു പോകണം, എന്നിട്ട് നിസ്കരിച്ചു വാ. ഇന്നക ലം തുസല്ലി, നീ നിസ്കരിച്ചിട്ടില്ല. ആ സ്വഹാബി വീണ്ടും അത് ചെയ്യുന്നു, വീണ്ടും തിരിച്ചു വരുന്നു, സലാം ചെല്ലുന്നു, റസൂലുള്ള സലാം അടക്കുന്നു. ആദ്യം പറഞ്ഞ പോലെ, രണ്ടാമത് പറഞ്ഞ പോലെ വീണ്ടും പറയുന്നു, ഇർജി ഫസല്ലി ഇന്നക ലം തുസല്ലി, നീ തിരിച്ചു പോയി നിസ്കരിക്കണം, കാരണം നീ നിസ്കരിച്ചിട്ടില്ല. നിസ്കരിച്ച ഒരാളോടാണ് റസൂലുള്ള പറഞ്ഞത്, നീ നിസ്കരിച്ചിട്ടില്ല. മൂന്നാമതും റസൂലുള്ള പറഞ്ഞപ്പോ ഈ സ്വഹാബി പറഞ്ഞു, റസൂലേ, വല്ലദീ ബഅസക ബിൽ ഹഖ് ലാ ഉഹ്സിനു ഗൈറഹ, താങ്കളെ ആരാണ് അന്ത്യപ്രവാചകനായി നിയോഗിച്ചത്? ആ അള്ളാഹു തന്നെ സത്യം, എനിക്ക് ഇപ്പൊ നിർവഹിച്ച പോലെ അല്ലാതെ നിർവഹിക്കാൻ കഴിയില്ല. ഫഅല്ലിംനി, നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കാരത്തിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അതിൽ പ്രത്യേകിച്ച് അതിൽ അടക്കവും ഒതുക്കവും. നീ റുക്കൂ ചെയ്താൽ, സുജൂദ് ചെയ്താൽ, റുക്കൂയിൽ നിന്ന് ഉയർന്നാൽ ഒക്കെ അവിടങ്ങളിലൊക്കെ ഒരു അടക്കവും ഒതുക്കവും ഉണ്ടാകണം. നിനക്ക് അറിയുന്ന ഖുർആൻ അതിൽ പാരായണം ചെയ്യണം എന്ന് കൃത്യമായി പഠിപ്പിച്ചു. അപ്പൊ നോക്കൂ നിങ്ങൾ, വഹയി ഇറങ്ങുന്ന കാലത്താണെങ്കിൽ ഒരാളുടെ ഇബാദത്തിൽ വന്ന തകരാറുകൾ തിരുത്തി കൊടുക്കാൻ അവിടെ അവസരമുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം മാത്രമല്ല, ഒരിക്കലൊരു സ്വഹാബി നമസ്കാരത്തിൽ തശഹുദിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക യാ അല്ലാഹുൽ അഹദുസ് സ്വമദുൽ ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അൻ തഗ്ഫിറ ലീ ദുനൂബി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം എന്ന് നമസ്കാരത്തിൽ തശഹുദിൽ സലാം വീട്ടുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 വട്ടം ഊഫിറ ലഹു, ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ച് അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ ഒരിക്കൽ ഒരു അറാബി വന്ന് റസൂലുള്ളാഹിയുടെ അരികിൽ വരികയാണ്. ഒരു അറാബി റസൂലുള്ളാഹിയോട് പറയാണ്, യാ റസൂലല്ലാഹ് ഇന്നി ഖദ് ആലജതുൽ ഖുർആന ഫലം അസ്തതിഉഹു ഫഅല്ലിംനി ഷൈആ യുജ്സിഉ മിനൽ ഖുർആൻ. അതിന്റെ ആശയം എന്താ വെച്ചാൽ, എനിക്ക് ഖുർആനിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടണം. ഞാൻ ഖുർആനൊക്കെ നന്നായി അതുമായി ബന്ധപ്പെട്ട് മെനക്കെടുന്നുണ്ട്, പക്ഷെ എനിക്കുണ്ട് ആവുന്നില്ല. അതുകൊണ്ട് ഖുർആൻ മുഴുവൻ ഞാൻ പഠിച്ചാൽ എനിക്ക് എന്ത് കിട്ടണം, അത് നിങ്ങളൊന്ന് പറഞ്ഞുതരും. അപ്പൊ റസൂൽ പറഞ്ഞു, ഖുൽ, നീ പറയുക, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇത് നമ്മൾ ചെല്ലേണ്ട ഒരു ദിക്റാണ്, വർദ്ധിപ്പിക്കേണ്ട ഒരു ദിക്റാണ്. നമ്മൾ ഈ ദിക്റുകളൊക്കെ വേറിട്ട് ചെല്ലുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അതുപോലെ അൽഹംദുലില്ലാഹ്, അതുപോലെ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതൊക്കെ വേറിട്ട് നമ്മൾ പലപ്പോഴും ചെല്ലുന്നുണ്ട്. ഇതിങ്ങനെ ചൊല്ലണം, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ചില റിപ്പോർട്ടുകളിൽ അതിന്റെ അവസാനം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ ആ അറാബിയോട് റസൂൽ പറയാണ്, ഖുർആന് എന്ത് കിട്ടണം, അതിന് ഇത് ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇതാണെന്ന് അർത്ഥം. ഖുർആനിൽ നിന്ന് ഒരാൾക്ക് കിട്ടേണ്ടത് എന്താ? അള്ളാഹിനെ കുറിച്ചുള്ള അറിവാണ്. സുബ്ഹാനല്ലാഹ്, എന്താണ് സുബ്ഹാനല്ലാഹ്, അത് കിട്ടും. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്,
അപ്പൊ ഈ അറാബി അതിങ്ങനെ വിരലിൽ എണ്ണം പിടിച്ചു. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എണ്ണം പിടിച്ചിട്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞു, റസൂലേ ഹാദാ ലി റബ്ബി ഫമാലി. റസൂലേ ഇതൊക്കെ എൻ്റെ റബ്ബിനുള്ളതാണല്ലോ, ഇതൊക്കെ റബ്ബിനുള്ളതാണ്. കാരണം എന്താ? ഒക്കെ അള്ളാനെ മഹത്വപ്പെടുത്തലും അവനെ സ്തുതിക്കലും അവന്റെ ഏകത്വം പറയലും അവനെ പ്രകീർത്തിക്കലുമാണ്. ഫമാലി എനിക്കെന്താണ്? ഇത് ഞാൻ പറയുമ്പോൾ ഇതൊക്കെ എൻ്റെ റബ്ബിനാണ്, പക്ഷെ എനിക്ക് എന്താണ് കിട്ടേണ്ടത്? എനിക്ക് വേണ്ടത് പറഞ്ഞു തരൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഇങ്ങനെ പറയാ, ഈ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൂടി പറയാം, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി വഹ്ദിനി. 5 കാര്യങ്ങൾ. അല്ലാഹുവേ ഇഗ്ഫിർലി നീ എനിക്ക് പുറത്തു കൊണ്ടോ, വർഹംനി നീ എന്നോട് കരുണ കാണിക്കണേ, വആഫിനി നീ എനിക്ക് എല്ലാ സുഖങ്ങളും, ആഫിയത്ത്, ആഫിയത്ത് എന്ന് പറഞ്ഞാൽ വിശാലമായ അർത്ഥമുള്ള വാക്കാണ്. നമുക്ക് ഭൗതിക ലോകത്ത് ലഭിക്കേണ്ട, നമ്മുടെ ഖബർ ജീവിതത്തിൽ ലഭിക്കേണ്ട, പാരത്രിക ലോകത്ത് ലഭിക്കേണ്ട എല്ലാം ഉൾക്കൊള്ളുന്ന വാക്കാണ് ആഫിയത്ത്. തൗഹീദ് അതിൽപ്പെടും, സുന്നത്ത് അതിൽപ്പെടും, മാരക രോഗങ്ങളൊന്നും പിടിപെടാതെ ആരോഗ്യത്തോടെ ജീവിക്കുന്ന നല്ല ആരോഗ്യം അതിൽപ്പെടും, നല്ല സമ്പത്ത് അതിൽപ്പെടും, നല്ല മക്കൾ അതിൽപ്പെടും, എല്ലാം അതിൽപ്പെടും. ആഫിനി വർസുഖ്നി നീ എനിക്ക് നല്ല ഉപജീവനം കൊണ്ടോ, വഹ്ദിനി നീ എന്നെ ഹിദായത്തിലാക്ക്. ഈ സ്വഹാബി അതും റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി വഹ്ദിനി. ഇതാണ് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ ആ മനുഷ്യനാണ് പോവുക. അപ്പൊ റസൂലുള്ള പറഞ്ഞു, ദഹബ വഖദ് മലഅ യദൈഹി ഖൈറാ. ആ മനുഷ്യൻ എപ്പോ പോയത്? അദ്ദേഹത്തിന്റെ 2 കരങ്ങളിലും നന്മ നിറച്ചുകൊണ്ടാണ്, നിറയെ നന്മകളുമായിട്ടാണ് ആ മനുഷ്യൻ പോയത്. ഞാൻ അതിവിടെ എന്തിനാ ഉദ്ധരിച്ചു വെച്ചാൽ, ഒന്ന് റസൂലുള്ള പറഞ്ഞ നെഗറ്റീവായിട്ടാണ്. 3 വട്ടം നിസ്കരിച്ചിട്ടും റസൂലുള്ള പറഞ്ഞു, ഇർജി ഫസല്ലി ഇന്നക ലം തുസല്ലി, നീ തിരിച്ചുപോയി നിസ്കരിക്ക്, നീ നിസ്കരിച്ചിട്ടില്ല. മറ്റൊന്ന് ഒരു സ്വഹാബിക്ക് റസൂലുള്ള പറഞ്ഞു, ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അല്ലാഹ് പുറത്തു കൊടുത്തു എന്ന് 3 വട്ടം പറഞ്ഞു. ഈ അറാബിയുടെ കാര്യത്തിൽ റസൂൽ എന്താ പറഞ്ഞത്? അദ്ദേഹം ഇപ്പൊ പോയത് നിറയെ നന്മകളുമായിട്ടാണ്. അപ്പൊ നമ്മൾ നമ്മിലേക്ക് എടുക്കുക. ഇന്ന് വഹി ഇറങ്ങുന്നില്ല. നമ്മളൊരു നിസ്കാരം കണ്ടിട്ട് വേറൊരാൾക്ക് നീ നിസ്കരിച്ചിട്ടില്ല, നീ തിരിച്ചുപോയി നിസ്കരിക്കുന്നു പറയാൻ ഒരു അവകാശവും ഇല്ല. ചിലപ്പോൾ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തി കൊടുക്കാം, പക്ഷെ പൂർണ്ണമായിട്ട് നീ നിസ്കരിച്ചിട്ടില്ല, പോയി നിസ്കരിക്കുന്നു പറയാൻ നമുക്ക് എങ്ങനെ കഴിയും? നമ്മൾ ചൊല്ലിയൊരു ദിക്ർ അള്ളാഹ് സ്വീകരിച്ചോ ഇല്ലേ എന്ന് പറയാൻ നമുക്ക് എങ്ങനെ കഴിയും? എന്നാൽ ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ജീവിതത്തിൽ എത്രമാത്രം വർദ്ധിപ്പിക്കുന്നുവോ അതുകൊണ്ടുള്ള എല്ലാ നേട്ടങ്ങളും നമുക്ക് കിട്ടും. അത് മുഖദ്ദിമാത്താണ്, പരലോകത്തെ ആളുകളെ മുന്നോട്ട് കൊണ്ടുപോകും. അത് മുനജ്ജിയാത്താണ്, പരലോകത്തെ രക്ഷപ്പെടുത്തുന്നവയാണ്. അത് പരലോകത്തെ സ്വർഗത്തിലെ നട്ടുപിടിപ്പിച്ച ചെടികളാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചു. അത് മാത്രമല്ല റസൂലുള്ള പറഞ്ഞത്, എനിക്ക് ഒരു സൂര്യൻ ഉദിച്ച് ഒരു പകൽ എനിക്ക് കിട്ടിയാൽ അന്ന് പറയാൻ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്റാണ്. അപ്പൊ ഈ ദിക്ർ നിർവഹിക്കുമ്പോൾ നമുക്കും അത് കിട്ടും, അല്ലെങ്കിൽ കിട്ടണം. അതിനെന്ത് വേണം? അതിന് നമ്മളെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് എൻ്റെ ഈ ക്ലാസ്സിൽ കാര്യമായി ഞാൻ ഊന്നി പറയുന്നത്. ഒരു ദിക്ർ നമ്മൾ നിർവഹിക്കുമ്പോൾ നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അത് 3 കാര്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. എന്താ അടങ്ങിയിട്ടുള്ളത്? ഒന്ന് സനാഉല്ലാഹി അസ്സ വജല്ല. ആ ദിക്റുകൾ നിർവഹിക്കുക വഴി നമ്മൾ അള്ളാഹുവിനെ അങ്ങേയറ്റം പുകഴ്ത്തുകയാണ്. മറ്റൊന്ന് തൻസീഹുഹു മിൻ കുല്ലി ഐബിൻ വനഖ്സിൻ. ഒരു സുബ്ഹാനല്ലാഹ്
അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹുവിനെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും കുറവുകളിൽ നിന്നും നമ്മൾ വിശുദ്ധമാക്കുക. അള്ളാഹ്ക്ക് ഒരു കുറ്റവും കുറവുമില്ല. അതുകൊണ്ട് അവൻ സുബ്ഹാനല്ലാഹ്, അവൻ അല്ലാഹു അക്ബർ. മൂന്നാമത്തത് ഹംദുഹു വ തഅളീമുഹു. നമ്മളൊരു ദിക്ർ ഉരുവിടുമ്പോൾ അവനെ സ്തുതിക്കുന്നു, അവനെ മഹത്വപ്പെടുത്തുന്നു. ഈ നിലക്കാണ് നമ്മൾ ദിക്റുകൾ നിർവഹിക്കുന്നത്. ആ ദിക്റുകൾ നമ്മൾ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അത്തലഫുളു ജയ്യിദൻ. ആ ദിക്റുകൾ നന്നായി ഉച്ചരിക്കാൻ നമുക്ക് കഴിയണം. അതിന്റെ അക്ഷരസ്ഫുടതയോടെ അറബി അക്ഷരങ്ങളുടെ മഖ്റജ് അനുസരിച്ച് തന്നെ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അതിൽ ഹ ആയി ഉച്ചരിക്കാൻ നമുക്ക് കഴിയണം. അൽഹംദുലില്ലാഹ്. അങ്ങനെ ഓരോ ദിക്റുകളും ഉച്ചരിക്കേണ്ട വിധം ഉച്ചരിക്കാൻ നമുക്ക് സാധിക്കണം. മറ്റൊന്ന് ഫഹ്മുഹ മഅനൻ. അതിന്റെ എന്താണ് ഈ ചൊല്ലുന്ന ദിക്റിന്റെ ആശയം, അർത്ഥം എന്ന് മനസ്സിലാക്കി നമ്മൾ നിർവഹിക്കണം. മൂന്നാമത്തത് അത്തഅബ്ബുദു ബിമുഖ്തലാഹ. അതിന്റെ തേട്ടമനുസരിച്ച് ഒരു ജീവിതം നമുക്കുണ്ടാകുകയും വേണം. ഇതൊന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ദിക്റുകളും പ്രാർത്ഥനകളും ഒക്കെ ജാടകളായി, ഒരു യാന്ത്രികമായ പ്രവർത്തനങ്ങളായി മാറിക്കൊണ്ടിരിക്കും. അതിനെ നമ്മൾ നന്നായി ശ്രദ്ധിക്കുക. അതോടൊപ്പം പരമാവധി ദിക്റുകൾ ഉള്ളവരായി നമ്മൾ മാറുകയും വേണം. ഒരു സ്വഹാബി ഒന്ന് റസൂലുള്ളാഹിയോട് ചോദിക്കാണ്, അയ്യുൽ മാലി അക്തസിബ്, ഞാൻ എന്ത് സ്വത്താണ് ഈ ഭൗതിക ലോകത്ത് വെച്ച് ഉണ്ടാക്കേണ്ടത്? റസൂലുള്ള പറഞ്ഞു കൊടുത്തത്, ലാ തസാലു ലിസാനുക റുതബം മിൻ ദിക്രില്ലാഹ്. നിന്റെ നാവ് എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാൽ പച്ച പിടിച്ചതാവട്ടെ എന്നാണ്. വൃത്തിയും ശുദ്ധിയുമുള്ള നേരങ്ങളിലൊക്കെ പരമാവധി പഠിച്ച് പകർത്തേണ്ട ദിക്റുകൾ നമ്മുടെ നാവിലുണ്ടാവണം. ചില പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് നിർവഹിക്കുമ്പോഴും ദിക്റുകളിലായി മുഴുകാം. ഈ നിലക്ക് സുന്നത്തിൽ സ്ഥിരപ്പെട്ട, നമ്മുടെ നാട്ടിൽ നോക്കൂ നിങ്ങൾ, ബിദ്അത്തായ ദിക്റുകൾ അത് ഉരുവിടാനും അത് ജനങ്ങളെ പഠിപ്പിക്കാനും അത് ആചരിച്ചു വരാനും എത്രമാത്രം ആളുകൾ ഉത്സാഹം കാണിക്കുന്നു. അതിനുവേണ്ടി സമയവും അധ്വാനവും സമ്പത്തും ചെലവഴിക്കപ്പെടുന്ന അവസ്ഥ. സുന്നത്തിൽ സ്ഥിരപ്പെട്ട ഒരു ദിക്ർ പഠിച്ചാൽ പിന്നെ അതിന് ഒരു അധ്വാനമില്ല, അത് നമ്മൾ നിർവഹിച്ചാൽ മതി. അതിന് സമയം പ്രത്യേകം ഒരുങ്ങിയിരിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ അതിൻ്റെ സമയത്ത് ഇങ്ങനെ നിർവഹിച്ചു കൊണ്ടിരിക്കുക. കാരണം ആ നിലക്കാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ്. അതാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച സൂറത്തു റൂമിലെ 17-18 ആയത്തുകൾ അതാണ് പറയുന്നത്. ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ. ആകയാൽ നിങ്ങൾ വൈകുന്നേരങ്ങളിലും പ്രഭാത സമയങ്ങളിലും അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നവരായി മാറണം. വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലും അവന് തന്നെയാണ് സർവസ്തുതിയും. വഅശിയ്യൻ, ഉച്ചസമയങ്ങളിൽ, വൈകുന്നേരങ്ങളിൽ, വഹീന തുളിഹിറൂൻ, ഉച്ചസമയം തിരിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ അള്ളാഹുവിനെ എന്നാൽ ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നവരായി, അവനെ വിശുദ്ധമാക്കുന്ന, അവനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന, അവനെ മഹത്വപ്പെടുത്തുന്നവരായി നിങ്ങൾ മാറണം എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുക. അപ്പൊ ദിക്റുകളും ഒക്കെ നിർവഹിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അത് നമ്മിൽ നിന്ന് സ്വീകരിക്കുക. മലഅ യദൈഹി ഖൈറ. ആ മനുഷ്യൻ പോയത് നിറയെ നന്മകളുമായിട്ടാണ് പോയത്. എന്താ അദ്ദേഹം നേടിയത്? ഒരു സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതാണ്. മറ്റൊരിക്കൽ ഒരു സ്വഹാബിയോട് ഈ ദിക്ർ ചൊല്ലിയാൽ ജമഅത ദുനിയാക വആഖിറതക, നീ ദുനിയാവും പരലോകവും അതുകൊണ്ട് സമ്പാദിച്ചു എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ നേട്ടങ്ങളും പരലോകത്തിലെ നേട്ടങ്ങളും നിനക്ക് നേടാൻ കഴിഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാൻ കഴിയും. ഇതുപോലെ തന്നെയാണ് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ കേവലം ഒരു ദുആ നിർവഹിക്കുക എന്നതിലുപരി നമ്മൾ അള്ളാഹുവിലേക്ക് കയ്യുയർത്തുന്നുണ്ട്, അതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അതൊരു യാന്ത്രികമായ ഒരു കയ്യുയർത്തലോ പ്രാർത്ഥനകളോ ആയി മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ നിർവഹിക്കുന്ന പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്നുണ്ട് 3 നിലക്ക്. പലരും പറയാറുണ്ട്,
ഞാൻ എത്ര കാലമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ. അങ്ങനെ പറയാൻ പാടില്ല. അത് അള്ളാഹുവിനെ കുറിച്ച് ഒരു ദുർവിചാരം വെച്ച് പുലർത്തലാണ്. അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നത് അവന്റെ വാഗ്ദാനമാണ്. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ. പ്രാർത്ഥിക്കുന്നവൻ എന്നോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഞാൻ ഉത്തരം നൽകുമെന്നത് അള്ളാഹുവിന്റെ കരാറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കുന്ന ഒരു ദുആയാണോ നമ്മൾ നിർവഹിക്കുന്നത്? 3 നിലക്ക് ഉത്തരമുണ്ട്. ഒരു ഹദീസിൽ കാണും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യദ്ഉ ബിദഅവത്തിൻ, ഒരു മുസ്ലിം ഒരു ദുആ നിർവഹിക്കുന്നു, ലൈസ ഫീഹാ ഇസ്മുൻ വലാ ഖതിഅതു റഹിം, ആ പ്രാർത്ഥനയിൽ എന്തില്ല? ഒരു പാപമില്ല. എന്നാണ് പാപം ചെയ്യാനല്ല പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കുടുംബബന്ധം, ഒരു രക്തബന്ധം മുറിക്കാനുമല്ല പ്രാർത്ഥിക്കുന്നത്. എന്ന് പറഞ്ഞാൽ രണ്ട് നിലക്ക് അതിനർത്ഥം പറയാം. അവൻ പാപം ചെയ്തുകൊണ്ടല്ല പ്രാർത്ഥിക്കുന്നത്, കുടുംബബന്ധം മുറിച്ചുകൊണ്ടുമല്ല പ്രാർത്ഥിക്കുന്നത്. കാരണം പാപത്തിൽ മുഴുകുന്ന, നിരന്തരം പാപത്തിൽ മുഴുകുന്നവൻ അവനാണ് ബദിയ്യ്. അത്തരക്കാരുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല. കുടുംബബന്ധം, രക്തബന്ധം അത് മുറിക്കുന്നവന്റെ പ്രാർത്ഥനയും അല്ലാഹു സ്വീകരിക്കൂല. ഇനി ഒരാൾ കുടുംബബന്ധം മുറിക്കാൻ വേണ്ടി അവനോടുള്ള ബന്ധം, അല്ലാഹുവേ നീ എന്നോടുള്ള ബന്ധം മുറിച്ചു കളയണമെന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചാലും അല്ലാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യൂല. ഈ നിലക്കല്ലാതെ ഒരു പ്രാർത്ഥന ഒരാൾ നിർവഹിച്ചാൽ ഇല്ലാ അഅ്താഹു ബിഹാ ഇഹ്ദാ സലാസ്, 3 നിലക്കാണ് അല്ലാഹു ഉത്തരം ചെയ്യാന്ന് നമ്മൾ മനസ്സിലാക്കിയത് തന്നെയാണ്. ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന്, ഇമ്മ അൻ യുഅജ്ജില ലഹു ദഅവതഹു, അവൻ പ്രാർത്ഥനയിലൂടെ എന്താണ് അള്ളാഹിനോട് ആവശ്യപ്പെട്ടത് അതാണ് നൽകും, ചോദിച്ചത് നൽകും. അല്ലെങ്കിൽ വഇമ്മ അൻ യസ്രിഫ അൻഹു മിനസ്സൂഇ മിത്ലഹ, ചോദിച്ചത് നൽകാതെ അള്ളാഹ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകൽ എങ്ങനെ? ചോദിച്ചത് നൽകുന്നതിനേക്കാൾ ഖൈറാണ് അള്ളാഹ് കൊടുക്കുക. അതെന്താ? അവനെ ബാധിക്കാനിരിക്കുന്ന അപകടങ്ങളിൽ നിന്ന് അള്ളാഹ് അവനെ തട്ടിമാറ്റും. ചില ആൾക്കാർ പറയല്ലോ, ഞാൻ രക്ഷപ്പെട്ടു, അവന്റെ പവറും അവന്റെ കഴിവും അവന്റെ സാമർഥ്യവുമാണ് അവിടെ പറയാറുള്ളത്. അത് അള്ളാഹ് കൊടുത്ത അവന്റെ പ്രാർത്ഥനക്കുള്ള ഉത്തരമാണ്. നമ്മൾ ചോദിച്ചത് അള്ളാഹ് തന്നില്ല, പക്ഷെ അതിനേക്കാൾ ആവശ്യം എന്താ? നമുക്കറിയില്ല നമുക്കൊരു വിപത്ത് വരാനുള്ളത്, ഒരു മുസീബത്ത് നമ്മളെ ബാധിക്കാനിരിക്കുന്നു, ഒരു വലിയ അപകടം നമ്മളെ ബാധിക്കാനിരിക്കുന്നു. ആ അപകടത്തെ നമ്മിൽ നിന്ന് അള്ളാഹ് തട്ടിമാറ്റും. അത് നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. ഇത് രണ്ടുമല്ലെങ്കിലോ മൂന്നാമത്തെ ഉത്തരം എന്താ? മൂന്നാമത്തെ ഉത്തരം അറിയണോര് പറയും, ഉറങ്ങാതൊക്കെ പറയും. എന്താ മൂന്നാമത്തെ ഉത്തരം? അല്ലല്ല, ഹദീസിൽ പറഞ്ഞ മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യൽ 3 നിലക്കാണ്. ഒന്ന്, ചോദിച്ചതാണ് നൽകും. 2, ചോദിച്ചത് നൽകാതെ അവനെ ബാധിക്കാനിരിക്കുന്ന, അവൻ അറിയാത്ത വരാനിരിക്കുന്ന ഒരു മുസീബത്തിൽ നിന്ന് അവനെ തട്ടിമാറ്റും. മൂന്നാമത്തെ എന്താ? പരലോകത്ത് ഈ പ്രാർത്ഥിച്ചിനൊക്കെ പരലോകത്ത് പ്രതിഫലാണ് കിട്ടും. ഈ മൂന്നാമത്തെ കാര്യം കൂടെയാണ് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിക്കുക, യാ റസൂലല്ലാഹ് ഇദന്നുക്സിർ, ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ എന്ന്. ഇങ്ങനെ ഉത്തരണ്ടോ? എന്നാ ഞങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കട്ടെ റസൂലേ. റസൂല പറഞ്ഞു കൊടുത്തെന്താ? അല്ലാഹു അക്ബർ, നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിച്ചോളൂ, അല്ലാഹ് കൂടുതൽ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും. അപ്പൊ പ്രാർത്ഥനകള് നമ്മൾ നിർവഹിക്കണം. നമ്മുടെ നാട്ടില് മുസ്ലിം സമൂഹത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ ബിദ്അത്ത് പ്രാർത്ഥനകളാണ്. എവിടെ നോക്കി നിങ്ങൾ ഒരു മയ്യത്തിന്റെ അരികിൽ ചെന്നാൽ, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് മയ്യത്ത് കൊണ്ടുപോകുന്ന നേരത്തുള്ള ഒരു ഒറ്റ പ്രാർത്ഥന ഉണ്ടായിരുന്നത്. ഇപ്പോ മരിച്ച വീട്ടില് ഒരു പ്രാർത്ഥന കാണാതെ പഠിച്ച ഒരാൾ എത്തിയ ഓന്റെ വക ഒരു പ്രാർത്ഥന. അപ്പൊ ആ വീട്ടുകാർക്കും ഓടുള്ളവർക്കൊക്കെ എന്തായി? എത്ര പ്രാർത്ഥന കിട്ടി. നമ്മൾ അവിടെ ഇങ്ങനെ ചൂഴ്ഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ടോ? ഒന്നും തോന്നണ്ട. അതിനൊരു അടിസ്ഥാനമില്ല. ഉണ്ടെങ്കിൽ റസൂൽ നിർവഹിക്കുന്നു, ഉണ്ടെങ്കിൽ സ്വഹാബത്ത് നിർവഹിക്കും. അബൂബക്കർ സിദ്ദീഖ് അടക്കമുള്ള സ്വഹാബത്ത് നിർവഹിക്കും, അവർ നിർവഹിച്ചിട്ടില്ല. ഒരു മയ്യത്തിനെ കാണുമ്പോഴുള്ള പ്രാർത്ഥന ഉണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖുലുഫുഹു ഫി അഖബിഹി ഫിൽ ഗാബിരീൻ എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. അതാരാ നിർവഹിക്കാറുള്ളത്?
നമ്മളൊരു മയ്യത്ത് കാണുമ്പോൾ ആ മയ്യത്തിലേക്ക് നോക്കിയിട്ട് ആ പ്രാർത്ഥന നിർവഹിക്കണം. അത് സുന്നത്താണ്. ആ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താ? ആ മയ്യത്തിനുള്ള ഖൈറിന് വേണ്ടി അതിൽ പ്രാർത്ഥന ഉണ്ട്. ആ മയ്യത്തിന്റെ കുടുംബങ്ങൾക്ക് ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കും. 3 കാര്യങ്ങളാണ് ആ പ്രാർത്ഥന അടങ്ങിയിട്ടുള്ളത്. നമ്മളെങ്കിലും അത് പഠിക്കണം. നമ്മളൊരു മയ്യത്ത് കാണുന്നുവെങ്കിൽ ആ മയ്യത്ത് കാണുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണത്. അത് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ എന്തായി? 1000 വന്നാലും 1000 പ്രാർത്ഥന ആ മയ്യത്തിന് കിട്ടി. അതൊക്കെ ആ സുന്നത്താണ്. പോയപ്പോ എന്ത് ചെയ്തു? പിശാച് അവിടെ കൂട്ടപ്രാർത്ഥനകൾ വെച്ചു. ഇതുപോലെ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം കൈ ഉയർത്തി പ്രാർത്ഥനയില്ല എന്ന് നമ്മൾ പറയാൻ കാരണം എന്താ? ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം പ്രാർത്ഥനയുടെ സമയമല്ല, കൈ ഉയർത്തി പ്രാർത്ഥനയുടെ സമയമല്ല. ഫർള് നമസ്കാര ശേഷം സലാം വീട്ടിയ ഉടനെ അസ്തഗ്ഫിറുല്ലാ 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 അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത തുടങ്ങിയ ദിക്റുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അത് 33 വട്ടമുള്ളതുണ്ട്. സുബ്ഹാനല്ലാഹ് 33 ഉള്ളതുണ്ട്. സുബ്ഹാനല്ലാഹ് 10 വട്ടമുള്ളതുണ്ട്. സുബ്ഹാനല്ലാഹ് 25 വട്ടമുള്ളതുണ്ട്. അല്ലാഹു അക്ബർ 34 ഉള്ളതുണ്ട്. 33ഉം 34ഉം 10 ഉള്ളതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് 25 വട്ടമുള്ളതുണ്ട്. അതിന് 4 രീതികൾ സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ്. ഒന്ന് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ. രണ്ടാമത്തെ രീതി സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34. ഉറങ്ങാൻ നേരത്ത് നമ്മൾ ചൊല്ലും പോലെ ഇവിടെ 34. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഇല്ല. മൂന്നാമത്തെ രീതി സുബ്ഹാനല്ലാഹ് 25, അൽഹംദുലില്ലാഹ് 25, അല്ലാഹു അക്ബർ 25, ലാ ഇലാഹ ഇല്ലല്ലാഹ് 25, അങ്ങനെ 100. നാലാമത്തെ രീതി സുബ്ഹാനല്ലാഹ് 10, അൽഹംദുലില്ലാഹ് 10, അല്ലാഹു അക്ബർ 10. ഈ 4 രീതികളും നമ്മൾ എന്ത് ചെയ്യുക? ജീവിപ്പിക്കുക. എങ്ങനെ ജീവിപ്പിക്കുക? ഒരു ദിവസം ഇതിലൊന്നെടുക്കുക, അടുത്ത ദിവസം രണ്ടാമത്തെ രീതി എടുക്കുക, അടുത്ത ദിവസം മൂന്നാമത്തെ രീതി എടുക്കുക, അടുത്ത ദിവസം 4ാമത്തെ രീതി എടുക്കുക. അതില് അങ്ങനെ മാറി മാറി വരട്ടെ. പിന്നെ ആയത്തുൽ കുർസി ഓതാണ്ട്, സൂറത്തുൽ ഇഖ്ലാസ്, ഫലക്ക്, നാസ് ഓരോ വട്ടം ഓതാണ്ട്. സുബ്ഹിക്കും മഗ്രിബിനും ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 വട്ടം. ഇത് എപ്പോഴാണ് ചൊല്ലേണ്ടത്? സുബ്ഹിക്കും മഗ്രിബിനും ശേഷം സലാം വീട്ടിക്കഴിഞ്ഞാൽ ഇത് ചൊല്ലേണ്ടത്. ആദ്യത്തെ ഞാൻ പറഞ്ഞ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ആ ദിക്റുകൾ ഉണ്ടല്ലോ, ആ ദിക്റുകൾ കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യുക? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു 10 വട്ടത്തില്ല. അത് കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. ആ രീതി ഈ 2 നിസ്കാരങ്ങൾക്ക് ശേഷം അത് ശീലമാക്കുക. അപ്പൊ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം കൈകൾ ഉയർത്തി പ്രാർത്ഥനയില്ല എന്ന് നമ്മൾ പറയാൻ കാരണം ഇതാണ്. ഒരു അടിസ്ഥാനം ജുമുഅക്ക് ശേഷം എന്താ അതിന് അടിസ്ഥാനം? ജുമുഅ നിസ്കാര ശേഷം എല്ലാവരും കൂടെ അങ്ങനെ ഇരുന്ന് ചൊല്ലുക, ഒരു അടിസ്ഥാനം. അതൊക്കെ നാട്ടിലുള്ള ഓരോ മഹലിലുള്ള ചടങ്ങുകൾ എന്നല്ലാതെ ഒന്നുമില്ല. അതിനൊരു അടിസ്ഥാനമില്ല. ഒരു ഹദീസിലും അങ്ങനെ കണ്ടില്ലല്ലോ. അപ്പോ നമുക്ക് സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ശേഷം ദിക്റുകൾ ഇല്ല. സുന്നത്ത് നിസ്കാരം സലാം വീട്ടിയ നിങ്ങൾ അല്ലാഹുമ്മ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ അൻതസ്സലാം പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. സലാം വീട്ടിയാൽ മതി. ആ സുന്നത്ത് നിസ്കാരത്തിന് ശേഷം നമുക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാം. നമുക്ക് ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ ദിക്റുകളുടെയും പ്രാർത്ഥനകളുടെയും സമയമാണ്. ആ സമയത്തല്ല ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. ആ സമയത്ത് പരമാവധി ഒന്നുകിൽ നമ്മൾ പഠിച്ച ദിക്റുകൾ വർദ്ധിപ്പിക്കുക,
അല്ലെങ്കിൽ കൈകൾ ഉയർത്തി തന്നെ അള്ളാഹിനോട് പ്രാർത്ഥിച്ചോളൂ. അദ്ദുആഉ ബൈനൽ അദാനി വൽ ഇഖാമത്തി ലാ തുറദ്ദു. ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള പ്രാർത്ഥന അള്ളാഹ് തട്ടിക്കളയൂലാന്നാണ്, അള്ളാഹ് സ്വീകരിക്കും. ആ സമയത്ത് ഒന്നുകിൽ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പഠിച്ച ദിക്റുകൾ നിർവഹിക്കുക. ഇനി ഇതൊന്നുമല്ലാത്ത ഏത് സമയം അള്ളാഹുലേക്ക് കൈകളി പ്രാർത്ഥിക്കാം. ഫർളുസ്കാര ശേഷം മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചത് കാണില്ല. ആ സമയത്ത് എന്താണ്? ഈ ദിക്റുകൾ ചൊല്ലേണ്ട സമയമാണ്. ആ ദിക്റുകൾ കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യേണ്ടത്? സുന്നത്ത് നിസ്കരിക്കണം. ചില ആളുകൾ സലാം വീട്ടി ഈ അല്ലാഹു അൻത സലാമിക മാത്രം പറഞ്ഞ് വേഗം സുന്നത്ത് നിസ്കരിക്കും, പിന്നെ ദിക്റുകൾ ചൊല്ലും. ആ രീതി തെറ്റാണ്. ചെയ്യേണ്ടത് ദിക്റുകൾ നിർവഹിക്കുക, പിന്നെ സുന്നത്ത് നിസ്കരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറെയൊക്കെ നമ്മൾ സുന്നത്തുകൾ അനുസരിച്ച് നിർവഹിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് 3 ഉത്തരമുണ്ടെന്ന് പറഞ്ഞെന്ന് അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞ് മറ്റൊരു റസൂൽ പറയാണ്, ഉദ്ഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഹിജാബ. നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യുക. എങ്ങനെ ദുആ ചെയ്യേണ്ടത്? ഉത്തരം കിട്ടും, അള്ളാന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും എന്ന ഉറച്ച വിശ്വാസത്തോടെ. പലപ്പോഴും ആ ഒരു യഖീൻ ഇല്ലാതെയാണ് പലരും പ്രാർത്ഥിക്കുന്നത്. അള്ളാഹ് എൻ്റെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുമെന്ന ആ ഒരു ദൃഢവിശ്വാസത്തോടെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ആ ഒരു യഖീന്റെ കുറവാണ് പലപ്പോഴും ഉള്ളത്. ആ യഖീൻ നമ്മൾ നേടിയെടുക്കണം. അത് പ്രാർത്ഥനയിൽ മര്യാദയാണ്. മറ്റൊന്ന് റസൂൽ പറഞ്ഞത്, ലാ യഖൂലു അഹദുക്കും, നിങ്ങൾ ആരും ഇങ്ങനെ പ്രാർത്ഥിക്കരുത്. എങ്ങനെ? അല്ലാഹുമ്മ ഗ്ഫിർലി ഇൻ ശിഅത, അല്ലാഹുമ്മ റഹംനി ഇൻ ശിഅത. അല്ലാഹുവേ, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എനിക്ക് പുറത്തു കൊണ്ടോ, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്നോട് കരുണ കാണിക്ക്. അങ്ങനെ അള്ളാഹുവിനോട് ഒരു ഇത് പറയാം. നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല. ലിയഅ്സിമിൽ മസ്അല, മറിച്ച് നിങ്ങൾ ഉറപ്പിച്ച് പറയണം. എന്ന് പറഞ്ഞാൽ അള്ളാഹു എനിക്ക് പുറത്തു തരണേ, അള്ളാഹു എന്നോട് കരുണ കാണിക്കണേ എന്ന് തന്നെ പറയാ. ഫഇന്നഹു ലാ മുക്രിഹ ലഹു, കാരണം അവനെ നിർബന്ധിക്കാൻ ആരുമില്ല, അള്ളാനെ നിർബന്ധിക്കാൻ ആരുമില്ല. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ റഹംനി എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പുറത്തു കൊണ്ടോ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. അത് നമ്മൾ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവസാനമായ ഒരു കാര്യം പറയാനുള്ളത്, ഖുർആനിൽ തന്നെ അള്ളാഹ് പറഞ്ഞ കാര്യമാണ്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഊഹു ബിഹാ. പ്രാർത്ഥനയിൽ അള്ളാഹു നമ്മോട് കൽപ്പിച്ച ഏറ്റവും വലിയൊരു ഉപദേശമാണിത്. അള്ളാഹുവിന് അത്യുത്തമമായ നാമങ്ങളുണ്ട്. ഫദ്ഊഹു ബിഹാ, ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യണം. നമ്മൾ മലയാളത്തിൽ മാത്രം പ്രാർത്ഥിക്കുമ്പോൾ ഇതൊന്നും കിട്ടൂല. കുറച്ചൊക്കെ പ്രാർത്ഥന സുന്നത്തിൽ സ്ഥിരപ്പെട്ട പോലെ നമ്മൾ ദുആ ചെയ്യണം. ഏറ്റവും ചുരുങ്ങിയത് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീർ. റസൂൽ പ്രത്യേകിച്ച് മനോവിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ദുആ ചെയ്തിരുന്ന വർദ്ധിപ്പിച്ചെന്ന ഒരു ദിക്റാണ്, പ്രാർത്ഥനയാണ്. യാ ഹയ്യു യാ ഖയ്യൂം. കാരണം എന്താ? ഹയ്യും ഖയ്യൂം എന്നത് അൽ ഇസ്മുൽ അഅ്ലം, അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തായ നാമം എന്ന പേരിൽ അറിയപ്പെടുന്ന 2 നാമങ്ങളാണ്. ഈ നാമം വെച്ച് ആരാണ് അള്ളാഹിനോട് ദുആ ചെയ്യുന്നത്, ആ ദുആക്ക് ഉത്തരമുണ്ട്. ഈ നാമം വെച്ച് ആരാണ് അവന്റെ കാര്യം അള്ളാഹിനോട് ചോദിക്കുന്നത്, അള്ളാഹ് കൊടുക്കുന്നതാണ്. അപ്പൊ അത്തരം പ്രാർത്ഥനകൾ നോക്കൂ നിങ്ങൾ. ഒരു സ്വഹാബി നമസ്കാരത്തിൽ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, ഒരു സഹാബി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലകൽ ഹംദു ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക അൽ മന്നാൻ ബദീഉസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം. ഇത് നമസ്കാരത്തിൽ സുന്നത്തിലും ഫർളിലും സലാം വീട്ടുന്നതിന് മുമ്പ് നമുക്ക് നിർവഹിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോടിതാ ചോദിക്കുന്നു, ബിഅന്ന ലകൽ ഹംദു, കാരണം നിനക്കാണ് സർവസ്തുതിയും, ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ആരാധനക്ക് അർഹനായി ആരുമില്ല, വഹ്ദക്, നീ ഏകനാണ്, ലാ ശരീക ലക്, നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല, അൽ മന്നാൻ, നീ അത്യധികം
അനുഗ്രഹം ചൊരിയുന്നവനാണ്. ബദീഉസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവരുമാണ് നീ. യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം, എല്ലാ മഹത്വത്തിന്റെയും ആദരവിന്റെയും ഉടമയായ അല്ലാഹുവേ.